Hi children, now we are going to study about creativity. എന്താണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്? ക്രിയേറ്റിവിറ്റി അഥവാ സർഗാത്മകത നിലവിൽ ഇല്ലായിരുന്ന ഒരു കാര്യത്തിനെയോ ഒരു ഐഡിയയോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെയോ ഒരു പ്രക്രിയയോ ഒരു ഉൽപ്പന്നത്തിനെയോ ഒരു പ്രോഡക്റ്റിനെയോ നിങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് ക്രിയേറ്റിവിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. യഥാർത്ഥമായിട്ടുള്ളതോ അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ളതോ ആയ എന്തെങ്കിലും സങ്കല്പിക്കാനുള്ള കഴിവാണ് അല്ലെങ്കിൽ പ്രവർത്തനമാണ് സർഗാത്മകത എന്ന് പറയുന്നത്. അൺയൂഷ്വലായിട്ട് അല്ലെങ്കിൽ അസാധാരണമായിട്ട് ഒരു കാര്യത്തിന് ചെയ്യാനുള്ള കഴിവും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ക്രിയേറ്റിവിറ്റി അഥവാ സർഗാത്മകതയായിട്ട് കണക്കാക്കാം. ബോർഡിൻ്റെ അഭിപ്രായത്തിൽ ക്രിയേറ്റിവിറ്റി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം: കോമ്പിനേഷണൽ, എക്സ്പ്ലോറേറ്ററി ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ. കോമ്പിനേഷണൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഫെമിലർ ആയിട്ടുള്ള അഥവാ പരിചിതമായിട്ടുള്ള ഐഡിയാസിൻ്റെ ഒരു കോമ്പിനേഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ക്രിയേറ്റിവിറ്റിയാണ്. പരിചിതമായിട്ടുള്ള ഐഡിയാസിൽ നിന്ന് അല്ലെങ്കിൽ അതിനെ കമ്പൈൻ ചെയ്ത് ഒരു പുതിയ ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കോമ്പിനേഷണൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. എക്സ്പ്ലോറേറ്ററി ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന സ്ട്രക്ചേർഡ് കോൺസെപ്റ്റുകളെ അല്ലെങ്കിൽ ഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെ ഒന്നും കൂടെ വീക്ഷിക്കുക, ഒന്നും കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് അതിൽ നിന്ന് പുതിയൊരു ഐഡിയാസിന് അല്ലെങ്കിൽ പുതിയ കോൺസെപ്റ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എക്സ്പ്ലോറേറ്ററി ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേഷണൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ ട്രാൻസ്ഫോർമേഷൻ, അതായത് ഒരു സ്ട്രക്ചർ എടുത്തിട്ട് ഒരു ഘടന എടുത്തിട്ട് അതിലെ ചില കാര്യങ്ങളെ ചില ഡയമെൻഷൻസിനെ ചില അനുമാനങ്ങളെ മാറ്റം വരുത്തി പുതിയതാക്കി മാറ്റുക. എന്താണ്? പുതിയൊരു സ്ട്രക്ചേഴ്സിനെ നിങ്ങൾ ഫോം ചെയ്യുന്നു. എങ്ങനെയാണ്? ഓൾഡ് സ്ട്രക്ചേഴ്സിലെ ചില ഡയമെൻഷൻസിന് ചില കാര്യങ്ങളെ മാത്രം മാറ്റം വരുത്തിയിട്ട് പുതിയ സ്ട്രക്ചേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ട്രാൻസ്ഫോർമേഷണൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഒരു ഓൾഡ് ഐഡിയയെ നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യുകയാണ്. അതിലെ കുറച്ച് കാര്യങ്ങളെ കുറച്ച് ഡയമെൻഷൻസിനെയൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് മാറ്റം വരുത്തിയിട്ട് ഒരു പുതിയ ഐഡിയയ്ക്ക് മാറ്റുന്ന പ്രോസസ്സിനാണ് നാം എന്ത് പറയുന്നത്? ട്രാൻസ്ഫോർമേഷണൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. എന്തെല്ലാമാണ് ക്രിയേറ്റിവിറ്റിയുടെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? ക്രിയേറ്റിവിറ്റി ഈസ് നോട്ട് കൺഫൈൻഡ് ടു എനി ഇൻഡിവിജ്വൽ. അതായത് സർഗാത്മകത അഥവാ ക്രിയേറ്റിവിറ്റി ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രം സ്വന്തമായ കാര്യവുമല്ല ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്രിയേറ്റിവിറ്റി ഇന്നേറ്റ് ആണ്, അതായത് ജന്മസിദ്ധമാണ്, അതുപോലെ അക്വേർഡുമാണ്, നമുക്ക് സ്വാംശീകരിച്ചെടുക്കാൻ പറ്റുന്നതുമാണ് ക്രിയേറ്റിവിറ്റി. അതായത് ജന്മസിദ്ധമായിട്ടും ക്രിയേറ്റിവിറ്റി ലഭിക്കാം, അതുപോലെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസിലൂടെ ട്രെയിനിങ്ങിലൂടെ നമുക്ക് അക്വയർ ചെയ്തെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യവുമാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്രിയേറ്റിവിറ്റി അഡ്വഞ്ചറസുമാണ്, അതുപോലെ ഓപ്പൺ തിങ്കിങ്ങുമാണ്. അതായത് സാഹസികത നിറഞ്ഞതുമാണ്, അതുപോലെ ഓപ്പൺ തിങ്കിങ് ആണ്. നമുക്ക് നമ്മുടെ തുറന്ന ചിന്താഗതിയിലോട്ട് നയിക്കുന്നതും ക്രിയേറ്റിവിറ്റിയാണ് അല്ലേ. ക്രിയേറ്റിവിറ്റിക്ക് ഒരു വൈഡ് സ്കോപ്പ് ഉണ്ട് അല്ലേ. അതായത് ഒരു വിശാലമായിട്ടുള്ള സാധ്യതയുണ്ട്. ഏത് മേഖല എടുത്താലും അവിടെ ക്രിയേറ്റിവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ട് അല്ലേ. പല ഇൻവെൻഷൻസ് ആയാലും കണ്ടുപിടുത്തങ്ങളായാലും ഡിസ്കവറീസ് ആയാലും പല രീതിയിലുള്ള ന്യൂ ഐഡിയാസ് വരുന്നതും ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ടാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ജനറിക് ടേമാണ്, അല്ലെങ്കിൽ ഒരു ബ്രോഡ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്, ഒരു നാരോ അല്ല അല്ലേ. അത് കുറച്ച് വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ വികസിതമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ക്രിയേറ്റിവിറ്റി യൂണിവേഴ്സലാണ്, അതായത് ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു കാര്യമല്ല ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ചുറ്റുപാട് അല്ലെങ്കിൽ എൻവയറമെൻറ്റും അയാളുടെ ക്രിയേറ്റിവിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഒരു വ്യക്തിയുടെ ചുറ്റുപാട് അല്ലെങ്കിൽ അയാളെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ എൻവയറമെൻറ്റും അയാളുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകതയെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അത് ആ ക്രിയേറ്ററിൻ്റെ ഉള്ളിൽ സംതൃപ്തിയും സന്തോഷവും നിറയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ താൻ ആലോചിച്ച് അല്ലെങ്കിൽ തനിക്ക് കിട്ടിയ ഐഡിയയെ ഒരു ആക്ഷനായിട്ട് മാറ്റുമ്പോൾ ക്രിയേറ്ററിന് അതിയായ സന്തോഷവും അതുപോലെ സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തിയും ലഭിക്കുന്നുണ്ട്. ന്യൂ ഇൻവെൻഷൻസ് അല്ലെങ്കിൽ പുതിയ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ പുതിയ ഐഡിയാസിൻ്റെ ഒക്കെ ജനറേഷനാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു പർപ്പസീവ് ആയിട്ടുള്ള ആക്ഷനാണ്. അതായത് ക്രിയേറ്റിവിറ്റിക്ക് ഒരു ലക്ഷ്യബോധമുണ്ട്, അതുപോലെ ഉചിതമായിട്ടുള്ള ഒരു ആക്ഷനുമാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി പ്രോസസ്സിൽ അല്ലെങ്കിൽ ആ ഒരു വഴിയിൽ ഒരുപാട് തരത്തിലുള്ള റിസ്കുകൾ ഉണ്ടായിരിക്കാം. ഡെയറിങ് ആണ്, അതുപോലെ പെർസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു കാര്യം തുടങ്ങി പിന്നീട് അത് എൻഡിങ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ആ എനർജി ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല. സ്ഥിരമായിട്ട് നമ്മളുടെ ഉള്ളിൽ ആ ഒരു ഉത്സാഹം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു എനർജി ഉണ്ടായിരിക്കണം. സോ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഐഡിയ കിട്ടി അത് നമ്മൾ ആക്ഷൻ ആക്കുന്നത് വരെ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഒരു എനർജി ഉണ്ടായിരിക്കണം. ഇൻ്റലിജൻസിൽ നിന്ന് വ്യത്യസ്തമാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബുദ്ധിശക്തിയും സർഗാത്മകതയും ഒന്നല്ല, രണ്ടും വ്യത്യസ്തമാണ്.
ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ക്രിയേറ്റിവിറ്റിയുടെ കാരക്ടറിസ്റ്റിക്സ് ആണ്. ഇത് ഒരുപാട് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഡീപ്പിലോട്ട് അല്ലെങ്കിൽ ഇൻ ഡെപ്തിലോ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഹെഡിങ്സ് മാത്രം നോക്കി വെച്ചാൽ മതി. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് പ്രോസസ് ആൻഡ് പ്രോഡക്റ്റ് ആണ്. ഒരു പ്രക്രിയയും അതുപോലെ ഉൽപ്പന്നവുമാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്രിയേറ്റിവിറ്റി ഒരു റീ ഇൻ്റർപ്രിട്ടേഷനാണ്. അതായത് കാര്യങ്ങളെ റീ ഇൻ്റർപ്രറ്റ് ചെയ്യുക, വീണ്ടും ഇൻ്റർപ്രറ്റ് ചെയ്യുക, വീണ്ടും വ്യാഖ്യാനിക്കുക, വീണ്ടും വിശകലനം ചെയ്യുക. നർച്ചേർഡ് ബൈ ട്രെയിനിങ്, പരിശീലനത്തിലൂടെ ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ക്രിയേറ്റിവിറ്റി യൂണിവേഴ്സലാണ്. ക്രിയേറ്റിവിറ്റിയിൽ ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ് വരുന്നത്. എന്താണ് ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് നമ്മളിപ്പോൾ പഠിക്കുന്നതായിരിക്കും. മൾട്ടിപ്ലിസിറ്റി ഓഫ് റെസ്പോൺസസ്, ഒരു പ്രോബ്ലത്തിന് ഒന്നിലധികം സൊല്യൂഷൻസ് കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് പല രീതിയിൽ അപ്രോച്ച് ചെയ്യുക. ഇതെല്ലാം ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. ക്രിയേറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് യുണീക്കാണ്, ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ എന്താണ്, ഒരു ക്രിയേറ്ററിന് സന്തോഷവും അതുപോലെ സംതൃപ്തിയും കൊടുക്കുന്ന ഒരു ഘടകമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് പേഴ്സണാലിറ്റി, ക്രിയേറ്റിവിറ്റിക്ക് ഒറിജിനാലിറ്റി ഉണ്ട്, നോവൽറ്റി ഉണ്ട്, വൈഡ് ഫീൽഡാണ്, അതായത് വിശാലമായൊരു മേഖലയാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അബ്നോർമൽ തിങ്കിങ്ങിൻ്റെയും റെലവൻറ്റ് തിങ്കിങ്ങിൻ്റെയും ഒരു കോമ്പിനേഷനാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ആരും ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിക്കുക, അറ്റ് ദ സെയിം ടൈം ഉചിതമായിട്ടുള്ള ചിന്തയായിരിക്കണം അത്, അല്ലേ? ഉചിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അബ്നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആരും ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിച്ചിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള വ്യക്തികളുടെ കാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അവർ എനർജറ്റിക് ആണ്, അതുപോലെ ഫോക്കസ്ഡുമാണ്, അതായത് നല്ല എനർജി ഉള്ളവരുമാണ്, അതുപോലെ ഫോക്കസ്ഡുമാണ്. സ്മാർട്ടാണ്, അതുപോലെ നെയ്വുമാണ്. സ്മാർട്ടും അതുപോലെ നിഷ്കളങ്കരുമാണ്. നല്ല പ്ലേഫുള്ളുമാണ്, അതുപോലെ ഡിസിപ്ലിൻഡുമാണ്, അല്ലേ? നല്ല ജോയ്ഫുൾ ആയിരിക്കും, നല്ല പ്ലേഫുൾ ആയിരിക്കും, അല്ലേ? നല്ല തമാശകളൊക്കെ പറയുന്ന നല്ല എനർജറ്റിക് ആയിട്ടുള്ള ആളുകളായിരിക്കും. അതുപോലെ അച്ചടക്കമുള്ളവരുമായിരിക്കും. അവർ ഡ്രീംസ് എല്ലാം റിയലിസ്റ്റിക് ആണ്, അതായത് നടക്കുമെന്ന് പ്രതീക്ഷയുള്ള സ്വപ്നങ്ങളാണ് അവർ കാണാറുള്ളത്. അവർ എക്സ്ട്രോവേർട്ടും ആയിരിക്കാം, ഇൻട്രോവേർട്ടും ആയിരിക്കും. അതായത് ചിലർ വന്നിട്ട് നല്ല സോഷ്യൽ സ്കിൽസ് കാണിക്കുന്നവരാണ്, എല്ലാവരുമായിട്ട് പെട്ടെന്ന് ഇണങ്ങി ഗ്രൂപ്പ്സിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് പെരുമാറുന്നവരായിരിക്കാം. അവരാണ് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. മറ്റു ചിലരോ എല്ലാ കാര്യങ്ങളിൽ നിന്ന് ഉൾവലിഞ്ഞിട്ട് സ്വന്തം കാര്യം മാത്രം നോക്കി നിൽക്കുന്നവരുമായിരിക്കാം. അവരാണ് ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് പീപ്പിൾ പ്രൗഡുമാണ്, മോഡസ്റ്റുമാണ്. അവർക്ക് സ്വന്തം കഴിവിനെക്കുറിച്ച് ഓർത്തുള്ള ഒരു പ്രൗഡസുമുണ്ട്, അതുപോലെ മോഡസ്റ്റുമുണ്ട്, അതായത് ഒരു എളിമയുമുണ്ട്. ജെൻഡറിൻ്റെ ബേസിസിൽ ഡിസ്ക്രിമിനേഷൻ ഒന്നും നടത്തുന്നവരല്ല ക്രിയേറ്റീവ് പീപ്പിൾസ് എന്ന് പറയുന്നത്. അവർ കൺസർവേറ്റീവുമാണ്, റിബല്യസുമാണ്, അതായത് യാഥാസ്ഥികരുമാണ്, അതുപോലെ എന്താണ് മത്സരബുദ്ധിയുള്ളവരുമാണ്. പാഷനേറ്റ് ആണ്, ഒരു അഭിനിവേശമുള്ളവരാണ്, അതുപോലെ എന്താണ് അവിടെ വർക്കിനെ കുറിച്ചുള്ളൊരു ലക്ഷ്യബോധമുള്ളവരാണ്, അല്ലെങ്കിൽ വസ്തുനിഷ്ഠതാ ബോധമുള്ളവരാണ്. താൻ ചെയ്യുന്ന വർക്കിനെ കുറിച്ച് നല്ല കൺസേൺഡ് ആയിട്ടുള്ള ആളുകളാണ് ക്രിയേറ്റീവ് പീപ്പിൾ എന്ന് പറയുന്നത്. അവർ സെൻസിറ്റീവാണ്, അതുപോലെ പുതിയ എക്സ്പീരിയൻസിനൊക്കെ നേടാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്, അതുപോലെ അവർ ഹാപ്പിയുമാണ്, എപ്പോഴും ജോയ്ഫുള്ളുമാണ്. എന്തൊക്കെയാണ് നമ്മുടെ ക്രിയേറ്റീവ് ഐഡിയാസിൻ്റെ ഒരു ബ്ലോക്കേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ക്രിയേറ്റീവ് ഐഡിയാസ് ഫുള്ളി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് ആക്ഷനായിട്ട് മാറുന്നതിനെ ബ്ലോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്ന ബാരിയേഴ്സ് അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ട്രഡീഷൻ, അല്ലേ? നമ്മുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പാരമ്പര്യം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. കൺട്രോൾ, പലരും നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓവർ സ്പെഷ്യലൈസേഷൻ, ഓവറായിട്ട് അല്ലെങ്കിൽ അധികമായിട്ട് ഒരു കാര്യത്തിന് തന്നെ സ്പെസിഫൈ ചെയ്യുക. നെഗറ്റീവിസം, അതായത് നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പലരും അതിനെക്കുറിച്ചുള്ള നെഗറ്റീവ്സ് പറയാം, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. അങ്ങനത്തെ കുറേ നെഗറ്റീവിസംസ് ഉണ്ട്. പ്രിജുഡൈസ്, അതായത് മുൻവിധി, അതായത് ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ അതിങ്ങനെയായിരിക്കാം, അതിൻ്റെ എൻഡിങ് ഇങ്ങനെയായിരിക്കും, അതിൻ്റെ റിസൾട്ട് ഇങ്ങനെയായിരിക്കാം എന്ന മുൻധാരണകളും മുൻവിധികളും ഉണ്ടായിരിക്കാം. ഇതെല്ലാം നമ്മുടെ ക്രിയേറ്റീവ് തോട്ടിനെ ബ്ലോക്ക് ചെയ്യാം. ഫിയർ ഓഫ് ഫെയിലിയർ, തോൽക്കുമെന്ന പേടി. ഇംപേഷ്യൻസ്, അതായത് ക്ഷമയില്ലായ്മ. യൂണിഫോമിറ്റി അഥവാ ആകർഷകത്വം, അതായത് എല്ലാ കാര്യങ്ങളെയും യൂണിഫോം ആയിട്ട് തന്നെ ചെയ്തു പോകാനുള്ളൊരു ടെൻഡൻസി. ഒന്ന് മാറി ചിന്തിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാനോ അവർ ആഗ്രഹിക്കുന്നില്ല. നെക്സ്റ്റ്, ഫിയർ ഓഫ് റെഡിക്യൂൾ, പുനർനിർമ്മാണത്തിനെ കുറിച്ചുള്ള ഭയം, അതായത് വീണ്ടും നിർമ്മിക്കാനോ അല്ലെങ്കിൽ പുതിയ എന്ത് സൃഷ്ടി ചെയ്യാനോ ഉള്ളൊരു ഭയമാണ് ഈ ഒരു ഫിയർ ഓഫ് റെഡിക്യൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കൺസീറ്റ് അഥവാ അഹങ്കാരം. നെക്സ്റ്റ്, ലാക്ക് ഓഫ് ഫണ്ടിങ്, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, പക്ഷെ ആ ക്രിയേറ്റീവ് ഐഡിയയെ പ്രാവർത്തികമാക്കണമെങ്കിൽ ഫണ്ടിൻ്റെ ആവശ്യകത വരുന്നുണ്ട്. സോ സാമ്പത്തികവും ഈ ക്രിയേറ്റീവ് ഐഡിയാസിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതുപോലെ കൺഫ്യൂഷൻ, ജലസി, ഗ്രൂപ്പ് പ്രഷർ, ഫാമിലിയിൽ നിന്നോ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നോ ലഭിക്കുന്ന പ്രഷർ, അതുപോലെ ആപ്പതി, അതായത് നിസ്സംഗത,
എന്തെങ്കിലും ചെയ്യാനുള്ളൊരു മടി, ഒന്നും ചെയ്യാതിരിക്കുക, അതാണ് ഈ നിസ്സംഗത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ്, അതായത് ഒരു ഐഡിയ കിട്ടി പക്ഷെ അതിനെ പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് അതിനോടൊരു കമ്മിറ്റ്മെൻറ്റ് തോന്നണം, അതില്ലാത്തൊരവസ്ഥ. ലാക്ക് ഓഫ് സപ്പോർട്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തൊരവസ്ഥ. ഇൻടോളറൻസ്, അതായത് നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ടെൻസ്നെസ്, പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാവുക, അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഫിയർ ഓഫ് ചേഞ്ച്, അതായത് ചെയ്യുന്ന കാര്യങ്ങളെ മാറ്റി ചെയ്യാനുള്ളൊരു ഇൻഹിബിഷൻ, നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അതുപോലെ അങ്ങ് ചെയ്തു പോകാനുള്ള ടെൻഡൻസ് നിങ്ങൾ കാണിക്കും. അതായത് മാറ്റം കൊണ്ടുവന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, ഇപ്പോൾ ഇങ്ങനെ പോകുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്, അങ്ങനത്തെ കുറേ ചിന്തകൾ കൊണ്ടുള്ള ആങ്സൈറ്റി, ഉത്കണ്ഠ, ടെൻഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. സോ അതുകൊണ്ടാണ് ഫിയർ ഓഫ് ചേഞ്ച് ഉണ്ടാകുന്നത്, മാറാനുള്ളൊരു പേടി. ടോക്സിക് നൊസ്റ്റാൾജിയ, അമിതമായിട്ടുള്ളൊരു ഗൃഹാതുരത്വം, അതായത് നിലനിന്നിരുന്ന ആ സിസ്റ്റത്തിനെ മാറ്റാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, ആ സിസ്റ്റം നിങ്ങൾ ഒരുപാട് അങ്ങ് അമിതമായിട്ട് ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സോ അതിൽ നിന്ന് കിട്ടുന്ന ഫീലിങ്സൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, സാറ്റിസ്ഫൈഡ് ആണ്. സോ അതിനെ മാറ്റിയിട്ട് പുതിയൊരു സിസ്റ്റത്തിനെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല. നെക്സ്റ്റ്, ഇൻസെക്യൂരിറ്റി, അതായത് അരക്ഷിതാവസ്ഥ, ഒരു സെക്യൂരിറ്റി ഇല്ലായ്മ, അതായത് തന്നെ മനസ്സിലാക്കാനോ തൻ്റെ ഐഡിയാസിനെ അക്സെപ്റ്റ് ചെയ്യാനോ ആരുമില്ല എന്നൊരു ചിന്താഗതി, തനിക്ക് ആരുമില്ല എന്നൊരു ചിന്താഗതി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ് ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേംസ്. ഈ കമ്പോണൻസ് അല്ലെങ്കിൽ ഈ എലമെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ കമ്പോണൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതായത് ക്രിയേറ്റിവിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 4 കമ്പോണൻസ് ആണ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ആണ് ഈ കാണുന്നവ. ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി ആൻഡ് ഇലോബറേഷൻ. ഫ്ലുവൻസി എന്നാൽ ഒരു ചെറിയ കാലയളവിൽ നാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐഡിയാസ്, അതായത് എത്രമാത്രം ഐഡിയാസ് നാം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ നമ്പർ ഓഫ് ഐഡിയാസിനെയാണ് ഫ്ലുവൻസി എന്ന് പറയുന്നത്. ഇനി ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പ്രോബ്ലത്തിനെ ഏതൊക്കെ രീതിയിൽ നാം അപ്രോച്ച് ചെയ്യുന്നു, അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ഏതൊക്കെ രീതിയിൽ നാം അപ്രോച്ച് ചെയ്യുന്നു. അതായത് ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷന് ഒരുപാട് റെസ്പോൺസസ് കൊടുക്കുക. ഒരു ചോദ്യത്തിന് ഒരു ഉത്തരമല്ല അല്ലെങ്കിൽ ഒരു സിറ്റുവേഷന് ഒരു ഉത്തരമല്ല കണ്ടെത്തേണ്ടത്, ഒന്നിലധികം ഉത്തരങ്ങളെ, ഒന്നിലധികം റെസ്പോൺസസിനെ ഫോം ചെയ്യുക. പല രീതിയിൽ ഒരു പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യുക അല്ലെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒറിജിനാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഐഡിയ എപ്പോഴും എങ്ങനെയായിരിക്കണം, പുതിയതായിരിക്കണം, അതുപോലെ അത് ഒറിജിനൽ ഐഡിയാസും ആയിരിക്കണം. ഇലോബറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ന്യൂ ഐഡിയ അല്ലെങ്കിൽ ഒരു പുത്തൻ ആശയം ലഭിക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെ പ്രാവർത്തികമാക്കാം, അതിന് വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്, ആ കാര്യങ്ങളെയൊക്കെ നമ്മുടെ മൈൻഡിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ ഇട്ടിട്ട് നമ്മൾ സിസ്റ്റമൈസ് ചെയ്യണം, ഒന്ന് ജനറലൈസ് ചെയ്യണം, ഒന്ന് കാറ്റഗറൈസ് ചെയ്യണം, ഒന്ന് ഓർഡർ ആക്കി എടുക്കണം. എന്നിട്ട് ഏറ്റവും മികച്ച രീതിയിൽ ആ ഐഡിയയെ ആവിഷ്കരിക്കണം അല്ലെങ്കിൽ പ്രാവർത്തികമാക്കണം. ഈ പ്രോസസ്സിംഗ് ആണ് എന്ത് പറയുന്നത്, ഇലോബറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡൈവേർജന്റ് തിങ്കിങ്. സോ ക്രിയേറ്റിവിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഫ്ലെക്സിബിലിറ്റി, ഫ്ലുവൻസി, ഒറിജിനാലിറ്റി, ഇലോബറേഷൻ, അതുപോലെ ഡൈവേർജന്റ് തിങ്കിങ്. ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഫൗണ്ടേഷനായിട്ട് നമുക്ക് ഡൈവേർജന്റ് തിങ്കിങ്ങിനെ കൺസിഡർ ചെയ്യാം. ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുമ്പോൾ ആ പേര് തന്നെയുണ്ട് അല്ലേ, ഡൈവേർജ്, അതായത് ഒരു സ്പെസിഫിക് പ്രോബ്ലത്തിന് ഒരു സ്പെസിഫിക് ആൻസർ അല്ല കൊടുക്കാൻ പോകുന്നത്, പല രീതിയിൽ ആ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്തിട്ട് അതിനെ വിശകലനം ചെയ്തിട്ട് അതിനെ വ്യാഖ്യാനിച്ചിട്ട് ഒന്നിലധികം റെസ്പോൺസസിനെ, ഒന്നിലധികം സൊല്യൂഷൻസിനെ, ഒന്നിലധികം ഐഡിയാസിനെ ജനറേറ്റ് ചെയ്യുന്ന ഒരു തിങ്കിങ് ആണ് ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇതൊരു ഓപ്പൺ തിങ്കിങ് ആണ്, അതായത് തിങ്കിങ് ഔട്ട് ഓഫ് എ ബോക്സ്. നിങ്ങൾക്കൊരു സിറ്റുവേഷൻ തരികയാണ്, നിങ്ങളൊരു പർട്ടിക്കുലർ ആൻസർ മാത്രം കൊടുത്തിട്ട് മിണ്ടാതിരിക്കുകയല്ല ചെയ്യുന്നത്, ആ സിറ്റുവേഷൻ നിങ്ങൾ പല രീതിയിൽ വിശകലനം ചെയ്തിട്ട് ഒന്നിലധികം റെസ്പോൺസസിനെ കൊടുക്കുക. അതാണ് ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ക്രിയേറ്റിവിറ്റിയുടെ അല്ലെങ്കിൽ സർഗാത്മകതയുടെ എന്താണ് ഒരു അടിസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷനാണ് ഈ ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ പേപ്പർ? പേപ്പറിൻ്റെ യൂസ് എന്താണ്? അപ്പോൾ നിങ്ങൾ പറഞ്ഞു, നമ്മൾ എഴുതാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പേപ്പർ എന്ന് പറയുന്നത്. പക്ഷേ വേറൊരു കുട്ടി പറഞ്ഞു, പേപ്പറിനെ നമുക്ക് എഴുതാൻ മാത്രമല്ല യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, പല തരത്തിലുള്ള യൂസസ് നമ്മുടെ പേപ്പറിനുണ്ട്. പേപ്പർ ബോൾ ഉണ്ടാക്കാം അല്ലേ, നമുക്ക് കളിക്കാനായിട്ടൊക്കെ പേപ്പർ വെച്ചിട്ട് ബോൾ ഉണ്ടാക്കാം. പല ഷേപ്സ് ആയിട്ട് പേപ്പർ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഡ്രോയിങ്സ് ആൻഡ് പെയിൻറ്റിങ്സ് നമ്മൾ ചെയ്യുന്ന പേപ്പറിലാണ്. പേപ്പർ നമുക്ക് വേണമെങ്കിൽ ടേബിളൊക്കെ എന്തെങ്കിലും ഡേർട്ടോ അഴുക്കോ പറ്റിയിരുന്നാൽ അതിനെ തുടയ്ക്കാനായിട്ട് പേപ്പറിനെ യൂസ് ചെയ്യാം.
പേപ്പർ വെച്ച് നമുക്ക് ബോട്ട്, ബോൾ, അതുപോലെ പല ടോയ്സും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു, റോക്കറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള റെസ്പോൺസസ് അല്ലെങ്കിൽ ആൻസേഴ്സ് ഒരു കുട്ടി തരികയാണെങ്കിൽ അത് ഡൈവേർജന്റ് തിങ്കിങ്ങിൻ്റെ ഫലമായിട്ടാണ്. അതായത് ആരും ചിന്തിക്കാത്ത രീതിയിൽ കാര്യങ്ങളെ ചിന്തിച്ചിട്ട് പല അൺയൂഷ്വൽ ആയിട്ടുള്ള റെസ്പോൺസസും തരിക. അതായത് ഒരു ചോദ്യത്തിന് ഒന്നിലധികം ഉത്തരങ്ങൾ നൽകുക, ഒന്നിലധികം റെസ്പോൺസസ് നൽകുക. ഇതെല്ലാം ഡൈവേർജന്റ് തിങ്കിങ് ആണ്. ഒരു പ്രോബ്ലത്തിന് ഒന്നിലധികം പോസിബിൾ സൊല്യൂഷൻസിനെ കണ്ടെത്തുന്ന ഒരു തിങ്കിങ് സ്ട്രാറ്റജിയാണ് ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇത് സ്പോണ്ടേനിയസ് ആണ്, ഫ്രീ ഫ്ലോയിങ് ആണ്, നോൺ ലീനിയർ ആണ്. അതായത് ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറോ സ്റ്റാൻഡേർഡോ ഒന്നും ഇതിനില്ല. പെട്ടെന്നുണ്ടാവുന്ന ഐഡിയാസിനെ പെട്ടെന്ന് തന്നെ പറയുക, അല്ലേ? ഇത് പെട്ടെന്നുണ്ടാവുന്ന കോഗ്നിറ്റീവ് ഫങ്ഷനാണ്. സോ ക്രിയേറ്റിവിറ്റിയെ എൻഹാൻസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കൺവേർജന്റ് തിങ്കിങ്. ഇൻ്റലിജൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൺവേർജന്റ് തിങ്കിങ് ആണെങ്കിൽ ക്രിയേറ്റിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡൈവേർജന്റ് തിങ്കിങ് ആണ്. ഡൈവേർജന്റ് തിങ്കിങ്ങിൻ്റെ ഓപ്പോസിറ്റാണ് കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക് പ്രോബ്ലത്തിന് ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടെത്തുക. ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ. അതാണ് കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. കൺവേർജ് ചെയ്യുക, ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഒന്നിലോട്ട് കൺവേർജ് ചെയ്യുക. അതായത് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനെ മാത്രം കണ്ടെത്തുക. ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ, അതാണ് നമ്മുടെ കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. തിങ്കിങ് വിത്തിൻ എ ബോക്സ്, നമ്മൾ വെളിലോട്ട് പോകുന്നില്ല, അതിൻ്റെ അകത്ത് തന്നെ നിന്നിട്ട് ആ പ്രോബ്ലത്തിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനെ കണ്ടെത്തുക. സോ ക്രിയേറ്റിവിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഡൈവേർജന്റ് തിങ്കിങ് ആണ്, കൺവേർജന്റ് തിങ്കിങ് അല്ല. കാരണം കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിന് ഒരു കറക്റ്റ് ആൻസർ കണ്ടെത്തുക. അവിടെ വലുതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ആവശ്യമില്ല, അല്ലേ? എക്സാമ്പിൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, മാത്സ് ക്യൂസസ്. ഫോർ എക്സാമ്പിൾ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, അതായത് ഒരു ചോദ്യം കൊടുത്തിരിക്കും, എന്നിട്ട് ബ്രാക്കറ്റിൽ ഒരുപാട് ചോയ്സസ് കൊടുക്കും, ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കും. അതിൽ നിന്ന് ആ ചോദ്യത്തിൻ്റെ ആൻസർ എന്താണോ അത് മാത്രം നമ്മൾ കണ്ടെത്തിയാൽ മതി. അതായത് ഒരുപാട് ഓപ്ഷൻസിൽ നിന്ന് ഒരൊറ്റ ഉത്തരത്തിനെ മാത്രം കണ്ടെത്തുക. ഒരു ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം, അതായത് ഒരു ക്വസ്റ്റ്യന് അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് ഒരൊറ്റ റെസ്പോൺസ്. അതാണ് കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് ടെസ്റ്റ് നമ്മൾ ഡിക്റ്റേഷനൊക്കെ ഇടാറില്ലേ? ഫോർ എക്സാമ്പിൾ, കുട്ടിയുടെ നമ്മൾ പറയാണ് ബാറ്റിൻ്റെ സ്പെല്ലിംഗ് എഴുതാൻ പറഞ്ഞു. അപ്പോൾ കുട്ടി സ്വന്തമായിട്ട് ചിന്തിച്ചിട്ട് വേറെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ബാറ്റിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ BAT. കുട്ടി അത് ഓർമ്മിച്ച് എഴുതിയാൽ മാത്രം മതി. കുട്ടിയുടെ കോൺട്രിബ്യൂഷൻ ഒന്നും അതിൽ ഇടേണ്ട ആവശ്യമില്ല. കുട്ടി ജസ്റ്റ് പഠിച്ച ആ സ്പെല്ലിങ്ങിനെ ഓർമ്മിക്കുന്നു, എഴുതുന്നു. അവിടെയും കൺവേർജന്റ് തിങ്കിങ് ആണല്ലേ. നെക്സ്റ്റ്, മാത്ത് ക്യൂസസ്. ആലോചിച്ച് നോക്കി, ക്യൂസ് നടത്തുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നു, അതിന് ഒറ്റ ഉത്തരമാണ് വരുന്നത്. ഒന്നിലധികം റെസ്പോൺസസ് വരുമോ? ഇല്ല. അപ്പോൾ ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് ഒരൊറ്റ റെസ്പോൺസ്, ഒരൊറ്റ ഉത്തരം കൊടുക്കുന്ന തിങ്കിങ് ആണ് കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇത് ക്രിയേറ്റിവിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ക്രിയേറ്റിവിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? ഡൈവേർജന്റ് തിങ്കിങ് ആണ്. മാറിപ്പോവരുത്. കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റിവിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, അത് എൻഹാൻസ് ചെയ്യുന്നില്ല. ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകതയെ എൻഹാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു തിങ്കിങ് എന്ന് പറയുന്നത് ഡൈവേർജന്റ് തിങ്കിങ് ആണ്. ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്രിയേറ്റീവ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട 2 മോഡൽസിനെ കുറിച്ച് നമുക്കിപ്പോൾ പഠിക്കാം. ഒന്നാമത്തെ മോഡൽ എന്ന് പറയുന്നത് വാലീസ് മോഡലാണ്. സോ ഈ ഒരു മോഡൽ അനുസരിച്ച് ക്രിയേറ്റീവ് പ്രോസസ്സ് നടക്കുന്നത് 4 സ്റ്റെപ്സിലൂടെയാണ്. പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇലുമിനേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് മോഡലാണ്. കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ 4 പോയിൻറ്റ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇതിലേതെങ്കിലും 3 പോയിൻറ്റ്സ് തന്നിട്ട് വേറെ ഏതെങ്കിലും പോയിന്റിന് തരും, എന്നിട്ട് ഓഡ് വൺ ഔട്ട് ചെയ്യാൻ പറയും. അതായത് ക്രിയേറ്റീവ് പ്രോസസ്സിൽ വരാത്ത ഒരു എലമെൻറ്റ് ഏതാണെന്ന് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇലുമിനേഷൻ തന്നിട്ട് എക്സ്പെരിമെൻറ്റേഷനോ അങ്ങനെ വേറെ എന്തെങ്കിലും തന്നിട്ട് ഇതിൽ ഓഡ് വൺ ഔട്ട് എന്നൊരു ക്വസ്റ്റ്യൻസ് വരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷനാണ്. പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലം വന്നാൽ ആ പ്രോബ്ലത്തിനെ കുറിച്ച് മനസ്സിലാക്കുക, അതിനെ വിശകലനം ചെയ്തിട്ട് അതിൻ്റെ ഡയമെൻഷൻസിനെ മനസ്സിലാക്കുക, അതിൻ്റെ ഘടകങ്ങളെ മനസ്സിലാക്കുക, അതിൻ്റെ സ്ട്രക്ചേഴ്സിനെ മനസ്സിലാക്കുക, അതിൻ്റെ നീഡ്സ്, ആവശ്യങ്ങൾ എന്താണ്, അതിൻ്റെ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സ്റ്റേജാണ്, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജാണ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻക്യുബേഷൻ സ്റ്റേജ്. അതായത് ഈ സ്റ്റേജിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ല, നിങ്ങളൊരു ബ്രേക്ക് എടുക്കുകയാണ്. പ്രോബ്ലം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ നിങ്ങളുടെ ബ്രെയിൻ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ആ പ്രോബ്ലത്തിനെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ആക്ട് ചെയ്യുന്നില്ല. നിങ്ങളവിടെ ഒരു ബ്രേക്ക് എടുത്ത് കുറച്ച് മാറി നിൽക്കുകയാണ്, റെസ്റ്റ് എടുക്കുകയാണ്. അതാണ് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. ഇനി ഇല്യൂമിനേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഓൾറെഡി
വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ഐഡിയാസിനെ ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഇല്യൂമിനേഷൻ എന്ന് പറയുന്നത്. അതായത് ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ ബ്രെയിൻ ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനുള്ള ഐഡിയാസിനെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതാണ് ഇല്യൂമിനേഷൻ എന്ന് പറയുന്നത്. സോ ഐഡിയ ജനറേറ്റിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആശയങ്ങൾ രൂപപ്പെടുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഇല്യൂമിനേഷനാണ്. ഇനി എന്താണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്? ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ, വെരിഫൈ ചെയ്യുക. ഇല്യൂമിനേഷൻ സ്റ്റേജിൽ ലഭിച്ച ആ ഐഡിയാസിനെ നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നോക്കുന്നു, നിങ്ങൾ അതിനെ പ്രാവർത്തികമാക്കി നോക്കുന്നു. ഈ ഒരു ഐഡിയ വെച്ചിട്ട് ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുന്നു. ഇതാണ് വെരിഫിക്കേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റൊരു മോഡലാണ് ICEDIP മോഡൽ. ഇത് നിങ്ങളുടെ സിലബസിലില്ല, പക്ഷേ നമ്മളിത് ഒന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിൻ്റെ ടേംസ് മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി, അതായത് സ്റ്റെപ്സ് മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും വരുന്നത് വാലീസ് മോഡലിൽ നിന്നുള്ള ആ സ്റ്റെപ്സ് മാത്രമാണ് ചോദിക്കാറുള്ളത്. ICEDIP മോഡൽ പ്രകാരം ക്രിയേറ്റീവ് പ്രോസസ്സ് നടക്കുന്നത്, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി നടക്കുന്നത് 6 ഫേസസിലൂടെയാണ്. ഇൻസ്പിറേഷൻ, ക്ലാരിഫിക്കേഷൻ, ഇവാലുവേഷൻ, ഡിസ്റ്റിലേഷൻ, ഇൻക്യുബേഷൻ ആൻഡ് പെർസ്പിറേഷൻ. ഫസ്റ്റ് ഫേസ് ഇൻസ്പിറേഷൻ. ഈ ഒരു ഫേസിലാണ് നിങ്ങൾക്ക് ഐഡിയാസ് ഫോം ചെയ്യുന്നത്, ആശയങ്ങൾ ലഭിക്കുന്ന ഫേസാണ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഫേസിൽ നിങ്ങൾ നിങ്ങളുടെ ആശയവുമായി ബന്ധപ്പെട്ട സിമിലർ വർക്ക്സിനെയൊക്കെ ഒന്ന് അന്വേഷിക്കുന്നു, അതിനെ കണ്ടെത്തുന്നു, അതിനെ മനസ്സിലാക്കുന്നു, അതിനെക്കുറിച്ചുള്ള വിഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു, നിങ്ങൾ ബ്രെയിൻ സ്റ്റോമിങ് നടത്തുന്നു, അതിനെക്കുറിച്ച് സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നു. നെക്സ്റ്റ് ക്ലാരിഫിക്കേഷൻ. ഈ ഒരു ഫേസിലാണ് നിങ്ങൾ നിങ്ങളുടെ എയിംസിനെ, നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ഡിസ്കസ് ചെയ്യുന്നത്, നിങ്ങളുടെ ഗോളിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ഫോക്കസ് ഉണ്ടാവുന്നത് ഈ ഒരു ഫേസിലാണ്. അതുപോലെ നിങ്ങളുടെ ഐഡിയയെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള കോസ്റ്റ് എന്താണ്, അതുപോലെ ഈ ഒരു ജേർണിയിൽ ഉണ്ടാകാൻ പോകുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, നിങ്ങൾ എന്തൊക്കെ തടസ്സങ്ങളെ തരണം ചെയ്തിട്ട് വേണം നിങ്ങളുടെ ഐഡിയാസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ആശയങ്ങളെ പ്രാവർത്തികമാക്കേണ്ടത്. ഇതുപോലുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഫേസിൽ വരുന്നത്. ക്ലാരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലാരിഫൈ ചെയ്യുക നിങ്ങളുടെ എയിംസിനെ, നിങ്ങളുടെ ഗോൾസിനെ, നിങ്ങളുടെ ഫോക്കസിനെ, അതുപോലെ എന്താണ് റിസ്ക് ഫാക്ടേഴ്സ് ആണുള്ളത്, അല്ലെങ്കിൽ റിസർച്ചിൻ്റെ കോസ്റ്റ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയും ക്ലാരിഫൈ ചെയ്യുന്ന ഒരു ഫേസാണ് ക്ലാരിഫിക്കേഷൻ ഫേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവാലുവേഷൻ ഫേസ്. ഈ ഒരു ഫേസിൽ നിങ്ങൾക്ക് ലഭിച്ച ഐഡിയാസിൽ നിന്ന് അല്ലെങ്കിൽ ആശയങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച ആശയത്തിനെ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പൊട്ടൻഷ്യലുള്ള ഐഡിയയെ തിരഞ്ഞെടുക്കുകയും അതുപോലെ എങ്ങനെ നിങ്ങളുടെ വർക്കിനെ ഇംപ്രൂവ് ചെയ്യാമെന്നും ചിന്തിക്കുന്നൊരു അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഫേസാണ് ഇവാലുവേഷൻ ഫേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ എന്ന ഫേസിൽ നടക്കുന്ന പ്രക്രിയ എന്താണ്? നിങ്ങൾക്ക് ലഭിച്ച എല്ലാ ഐഡിയാസിനെയും കൂടെ ചേർത്ത് ഒരൊറ്റ വിഷനാക്കി മാറ്റുന്നത്. ഈ പ്രോസസ്സാണ് ഡിസ്റ്റിലേഷൻ എന്ന ഫേസിൽ നടക്കുന്നത്. നെക്സ്റ്റ് ഇൻക്യുബേഷൻ. നമ്മൾ വാലീസ് മോഡലിൽ പഠിച്ചതുപോലെ ഇൻക്യുബേഷൻ പീരീഡിൽ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, അതായത് ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥ. നാച്ചുറലി അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും കണക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷനോ സംഭവിച്ചോട്ടെ, പക്ഷെ ഞാൻ ഫോഴ്സ്ഫുള്ളി ആ ഐഡിയയെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല എന്നൊരു ചിന്താഗതി ഉണ്ടാകുന്ന ടൈം പീരീഡാണ് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്, ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥ. നെക്സ്റ്റ് പെർസ്പിറേഷൻ. ഹാർഡ് വർക്കിംഗ് ഫേസാണ് ഈ പെർസ്പിറേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കഠിനമായി അധ്വാനിച്ചിട്ട് നിങ്ങളുടെ ആശയത്തിനെ പ്രാവർത്തികമാക്കുന്ന ഫേസ്, ഐഡിയാസിനെ ആക്ഷൻ ആക്കുന്ന ഫേസാണ് പെർസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് ICEDIP മോഡൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഏതൊക്കെ മെത്തേഡ്സ് വഴി ക്രിയേറ്റിവിറ്റി അഥവാ സർഗാത്മകതയെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഫസ്റ്റ് വൺ, ബിഗിനേഴ്സ് മൈൻഡ്. അതായത് നമ്മൾ എപ്പോഴും തുടക്കക്കാരാണ് എന്നൊരു ചിന്താഗതി ഉണ്ടാവണം. പുതിയ കാര്യങ്ങളെ പഠിക്കാനുള്ളൊരു മനസ്സ് കാണിക്കണം. തെറ്റുണ്ടാകാം, അതിനെ അക്സെപ്റ്റ് ചെയ്യണം. അതല്ലാതെ നമുക്ക് നേരത്തെ ലഭിച്ച വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ പഠനത്തിൻ്റെ അല്ലെങ്കിൽ പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു എക്സ്പേർട്ടാണെന്ന ചിന്താഗതി ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പ്രഷർ ഉണ്ടാവുകയും അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാവുകയും ഇതിലൂടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകതയെ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആയതിനാൽ എപ്പോഴും ഒരു ബിഗിനേഴ്സ് മൈൻഡ് ആയിരിക്കണം. നമ്മൾ തുടക്കക്കാരാണ് എന്നൊരു ചിന്താഗതി ഉണ്ടാവണം. ഇതിലൂടെ സർഗാത്മകതയെ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി നമുക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ്, ഓപ്പൺ യുവർ ക്യൂരിയോസിറ്റി. അതായത് ജിജ്ഞാസയെ വളർത്തുക.
ജിജ്ഞാസയിലൂടെ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റിയിലൂടെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാനും അതിലൊരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ താല്പര്യം കാട്ടാനും നാം ശ്രമിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ കാണുമ്പോഴും അതിനെ ചോദ്യം ചെയ്യുക, അതിങ്ങനെയാണോ, അതിങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ ഒരു ചിന്താഗതി നമുക്കുണ്ടാകും അല്ലേ. സോ അതിനെ വളർത്തുക, അത് തെറ്റാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതിലൂടെ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ്, എക്സസൈസ് യുവർ ബ്രെയിൻ. അതായത് ശരീരത്തിന് വ്യായാമം കൊടുക്കുന്നത് പോലെ നിങ്ങളുടെ ബ്രെയിനിനും വ്യായാമം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ മടിച്ചു പോകും, അലസമായി പോകും, അല്ലെങ്കിൽ ഉപയോഗശൂന്യമായിട്ട് പോകും, യൂസ്ലെസ് ആയിട്ട് മാറും. ക്വിസസ്, പസിൽസ്, സുഡോക്കോ, അതുപോലെ പുതിയ ലാംഗ്വേജ് ലേണിംഗ്, ഇതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ബ്രെയിനെ ആക്റ്റീവായിട്ട് വയ്ക്കാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ്, ബ്രെയിൻ സ്റ്റോമിങ്. ക്രിയേറ്റിവിറ്റിയെ എൻഹാൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഐഡിയ മാപ്പിംഗ്. അതായത് നിങ്ങൾക്ക് ലഭിച്ച ഐഡിയാസിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ റിലേഷൻഷിപ്പ് നോക്കുന്നു, പോസിബിലിറ്റീസ് നോക്കുന്നു, അങ്ങനെ നിങ്ങളുടെ ആശയങ്ങളെക്കുറിച്ചുള്ളൊരു മാപ്പിംഗ് തയ്യാറാക്കുന്നതാണ് ഐഡിയ മാപ്പിംഗ് എന്ന് പറയുന്നത്. ഐഡിയ മാപ്പിംഗ് അഥവാ ആശയ ഭൂപടം എന്ന് പറയുമ്പോൾ നിങ്ങൾ ട്രീസിൻ്റെ ബ്രാഞ്ചസ് പോലെ നിങ്ങളുടെ ഐഡിയാസിനെ എഴുതുന്നു, അതിൻ്റെ കണക്ഷൻസ് എഴുതുന്നു, ഓരോ ഐഡിയാസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കണ്ടുപിടിക്കുന്നു, അങ്ങനെ ബ്രാഞ്ചിങ് പോലെ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇതാണ് ഐഡിയ മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇതുപോലെയാണ് ബ്രെയിൻ സ്റ്റോമിങ്ങും. ഐഡിയാസിനെ ലിങ്ക് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഐഡിയ മാപ്പിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡു സംതിങ് ഡിഫറെൻറ്റ്. അതായത് എപ്പോഴും ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും മടി വരില്ലേ? പുതിയ കാര്യങ്ങളെ അന്വേഷിക്കുക, പുതിയ രീതിയിൽ കാര്യങ്ങളെ കാണുക, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്ന് മാറിയിട്ട് ഡിഫറൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുക, ഡിഫറൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുക, വ്യത്യസ്ത രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കുക, വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുക. അതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ സർഗാത്മകതയെ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയെ എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കുട്ടികളിൽ ക്രിയേറ്റിവിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു മോഡലാണ് സിനറ്റിക്സ് മോഡൽ എന്ന് പറയുന്നത്. സിനറ്റിക്കോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് സിനറ്റിക്സ് എന്ന വേർഡ് ഫോം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ബ്രിങ്ങിങ് ഫോർത്ത് ടുഗെദർ, അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്യുക, വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെ ബന്ധിപ്പിച്ചിട്ട് ഒരു യൂണിഫൈഡ് കണക്ഷൻ ഉണ്ടാക്കുന്ന, ഒരു ഏകീകൃതമായിട്ടുള്ളൊരു കണക്ഷൻ അല്ലെങ്കിൽ ബന്ധം ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്കാണ് സിനറ്റിക്സ് എന്ന് പറയുന്നത്. ക്രിയേറ്റിവിറ്റി അഥവാ സർഗാത്മകത എന്ന് പറയുന്നത് എന്താണ്? ഒരു പഴയ കാര്യത്തിനെ ചേഞ്ച് ചെയ്ത് പുതിയൊരു കാര്യമാക്കി, പുതിയൊരു ഘടനയാക്കി, പുതിയൊരു സ്ട്രക്ചറാക്കി മാറ്റുന്നതാണ് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ എല്ലാ ക്രിയേറ്റീവ് ആക്ഷൻസും തോട്ടും എന്താണ്? സിനറ്റിക് തിങ്കിങ് അല്ലേ? ആണ്. ഡിഫറൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സിനറ്റിക് തിങ്കിങ് എന്ന് പറയുന്നത്. ഇത് ക്രിയേറ്റിവിറ്റിയെ ഫോസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നെക്സ്റ്റ്, ക്രിയേറ്റിവിറ്റി ടെസ്റ്റ്. എങ്ങനെ നമുക്ക് സർഗാത്മകതയെ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയെ മെഷർ ചെയ്യാം അല്ലെങ്കിൽ കണ്ടുപിടിക്കാം? സോ കുറേ ടെസ്റ്റുകളുണ്ട്. നമുക്ക് എല്ലാത്തിൻ്റെയും പേര് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. ക്രിയേറ്റിവിറ്റി ടെസ്റ്റ് അത് ഒരു വ്യക്തിയുടെ ഒറിജിനൽ തിങ്കിങ്ങിനെ അസസ് ചെയ്യും, നോവൽ തിങ്കിങ്ങിനെ അസസ് ചെയ്യും, അതുപോലെ അൺയൂഷ്വലായിട്ട് അല്ലെങ്കിൽ ആരും ചിന്തിക്കാത്ത രീതിയിൽ എങ്ങനെയാണ് ചിന്തിക്കുന്നത് ആ ഒരു ടെക്നിക്കിനെ അല്ലെങ്കിൽ ആ ഒരു തിങ്കിങ്ങിനെ അസസ് ചെയ്യുന്നു. അതുപോലെ ഡൈവേർജന്റ് തിങ്കിങ് കപ്പാസിറ്റി അസസ് ചെയ്യുന്നു. ഡൈവേർജന്റ് തിങ്കിങ് ആണ് ക്രിയേറ്റിവിറ്റിയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യാത്തൊരു തിങ്കിങ് ആണ് നമ്മുടെ കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് ടെസ്റ്റിംഗ് ഓപ്പൺ തിങ്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. അതായത് ഡൈവേർജന്റ് തിങ്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. നമുക്ക് കുറച്ച് ക്രിയേറ്റീവ് ടെസ്റ്റിൻ്റെ പേര് പഠിക്കാം. ഗിൽഫോയ് ടെസ്റ്റ് ഓഫ് ഡൈവേർജന്റ് തിങ്കിങ്, റിമോട്ട് അസോസിയേറ്റ്സ്, ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, ആർട്ടിസ്റ്റിക് അസസ്മെന്റ് ടെസ്റ്റ്, സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഹൗ ക്രിയേറ്റീവ് ആർ യു. ടോറൻസ് ടെസ്റ്റ് ആണ് ഫസ്റ്റ് ക്രിയേറ്റിവിറ്റി ടെസ്റ്റ് ആയിട്ട് കണക്കാക്കുന്നത്. സോ ഫസ്റ്റ് ക്രിയേറ്റിവിറ്റി ടെസ്റ്റ് ഏതാണ്? ടോറൻസ് ടെസ്റ്റ്. ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്ങിൽ തിങ്കിങ് ക്രിയേറ്റിവിറ്റി വിത്ത് വേർഡ്സ് എന്ന സെക്ഷനിൽ അല്ലെങ്കിൽ വേർഡ്സിലൂടെ ക്രിയേറ്റിവിറ്റിയെ കണ്ടുപിടിക്കാം എന്നൊരു മെത്തഡിൽ വരുന്ന വെർബൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? 6 വെർബൽ ആക്ടിവിറ്റീസ് ഉണ്ട്. ആസ്കിങ്, ഗെസ്സിങ് കോസസ്, ഗെസ്സിങ് കോൺസിക്വൻസസ്, പ്രോഡക്റ്റ് ഇംപ്രൂവ്മെൻറ്റ്, അൺയൂഷ്വൽ യൂസസ്, അൺയൂഷ്വൽ ക്വസ്റ്റ്യൻസ്, ജസ്റ്റ് സപ്പോസ്. ഈ 6 ആക്ടിവിറ്റീസിലൂടെ വെർബലി നമുക്ക് ക്രിയേറ്റിവിറ്റിയെ വാചികമായിട്ട് സർഗാത്മകതയെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നു.
ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഒറിജിനാലിറ്റി എന്നീ 3 ഘടകങ്ങളെ അല്ലെങ്കിൽ ഡയമെൻഷൻസിനെ യൂസ് ചെയ്തിട്ടാണ് സ്കോഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് ക്രിയേറ്റിവിറ്റി വിത്ത് പിക്ചേഴ്സ്, അതായത് പിക്ചേഴ്സിലൂടെ ക്രിയേറ്റിവിറ്റി കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. ഇതിൽ വരുന്ന 3 ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? പിക്ചർ കൺസ്ട്രക്ഷൻ, പിക്ചർ കംപ്ലീഷൻ, ലൈൻസ് ഓഫ് സർക്കിൾസ്. പിക്ചേഴ്സിലൂടെയാണ് ഇവിടെ ക്രിയേറ്റിവിറ്റി മെഷർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടുത്തെ സ്കോറിംഗ് ക്രൈറ്റീരിയാസ് എന്തെല്ലാമാണ്? ഫ്ലുവൻസി, ഒറിജിനാലിറ്റി, ഇലോബറേഷൻ, അബ്സ്ട്രാക്ട്നെസ് ഓഫ് ടൈറ്റിൽസ്, റെസിസ്റ്റൻസ് ടു പ്രിമച്വർ ക്ലോഷർ. നെക്സ്റ്റ്, ക്രീട്രിക്സ് ഇൻവെൻട്രി. ഇവിടെ 8 സ്റ്റൈൽസ് ആണ് ഉള്ളത്. റീപ്രൊഡ്യൂസർ, മോഡിഫയർ, ചാലഞ്ചർ, പ്രാക്ടിക്കലൈസർ, ഇന്നോവേറ്റർ, സിന്തസൈസർ, ഡ്രീമർ ആൻഡ് പ്ലാനർ. നിങ്ങൾ ഈ പേരുകൾ മാത്രം നോക്കി വെച്ചാൽ മതി കേട്ടോ. ടോറൻസ് ടെസ്റ്റാണ് ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ്, നമുക്കത് മാത്രം നോക്കിയാൽ മതി. നെക്സ്റ്റ്, സ്റ്റേൺബർഗ് ട്രൈ ആർക്കിക് എബിലിറ്റീസ് ടെസ്റ്റ് സ്റ്റാറ്റ്. ഇവിടെ പെർഫോമൻസ് ടാസ്കിലൂടെയാണ് ക്രിയേറ്റീവ് സ്കിൽസിനെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ റിട്ടൺ ആൻഡ് ഓറൽ സ്റ്റോറീസ് ആണ് കൊടുക്കുന്നത്. ഒരു 5 പോയിന്റ് സ്കെയിലാണ് ഈ ഒരു സ്കോറിംഗ് ക്രൈറ്റീരിയ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ പോയിന്റ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്രൈറ്റീരിയസ് എന്തൊക്കെയാണ്? ഒറിജിനാലിറ്റി, കോംപ്ലക്സിറ്റി, ഇമോഷണൽ ഇവോക്കാറ്റീവ്നെസ്, ഡിസ്ക്രിപ്റ്റീവ്നെസ്. നെക്സ്റ്റ്, ബേക്കർ മെഹദീസ് ടെസ്റ്റ്. അതേ 1973 ടെസ്റ്റിന് ഇറക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ ടോറൻസ് ടെസ്റ്റിൽ നിന്ന് ഡിറൈവ് ചെയ്ത ഒരു ടെസ്റ്റാണ്. ഇതിൽ വെർബൽ ആൻഡ് നോൺ വെർബൽ ടെസ്റ്റ് ഉണ്ട്. പ്രീ പ്രൈമറിയിലെയും പ്രൈമറിയിലെയും കുട്ടികളെ ഒഴിച്ച് ബാക്കി എല്ലാ തലങ്ങളിലെയും വിദ്യാർത്ഥികളുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകതയെ കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണിത്. ക്രിയേറ്റിവിറ്റി ടെസ്റ്റിനെ നമുക്ക് 2ആയി ഡിവൈഡ് ചെയ്യാം: വെർബൽ ടെസ്റ്റ് ആൻഡ് നോൺ വെർബൽ ടെസ്റ്റ്. വെർബൽ ടെസ്റ്റുകൾ 5ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: കോൺസിക്വൻസ് ടെസ്റ്റ്, അൺയൂഷ്വൽ ടെസ്റ്റ്, സിമിലാരിറ്റി ടെസ്റ്റ്, ന്യൂ റിലേഷൻഷിപ്സ് ടെസ്റ്റ് ആൻഡ് പ്രോഡക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ടെസ്റ്റ്. ഫസ്റ്റ് വൺ, കോൺസിക്വൻസ് ടെസ്റ്റ്. അതായത് ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് കുട്ടികൾക്ക് പറയാണ്, ഈ സിറ്റുവേഷൻ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന അത്രയും റെസ്പോൺസസിനെ ഫോം ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് റെസ്പോൺസിനെ ഫോം ചെയ്യാം. ഇവിടെ നോക്കി 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് മാൻ കുഡ് ഫ്ലൈ ലൈക്ക് ബേർഡ്. അതായത് മനുഷ്യനും പക്ഷികളെപ്പോലെ പറക്കാനായിട്ട് സാധിക്കുമായിരുന്നെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ സ്കൂൾസ് ഹാഡ് വീൽസ്. അതായത് സ്കൂളുകൾക്ക് ചക്രങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് മാൻ ഡസ് നോട്ട് ഹാവ് എനി നീഡ് ഫോർ ഫുഡ്. മനുഷ്യന് ഭക്ഷണത്തിൻ്റെ ആവശ്യകത ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം. എന്നിട്ട് അവരെ കൊണ്ട് അതിൻ്റെ കോൺസിക്വൻസസ്, അതായത് പരിണത ഫലങ്ങളെ എഴുതിപ്പിക്കണം. കുട്ടികൾ അവരുടെ ഇമാജിനേഷൻ അനുസരിച്ച് റെസ്പോൺസസിനെ രേഖപ്പെടുത്തുന്നു. നെക്സ്റ്റ്, അൺയൂഷ്വൽ യൂസസ് ടെസ്റ്റ്. അതായത് ഒരു വസ്തുവിൻ്റെ അൺയൂഷ്വൽ ആയിട്ടുള്ള, അതായത് സാധാരണഗതിയിൽ നാം യൂസ് ചെയ്യാത്ത രീതിയിൽ അതിനെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് കണ്ടെത്തുന്ന ടെസ്റ്റാണ് അൺയൂഷ്വൽ യൂസസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വുഡൻ ടെസ്റ്റർ. നമ്മൾ അതിനെ ബോർഡ് മായ്ക്കാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ യൂസസ് എന്തെല്ലാമാണ്? നമുക്ക് പല രീതിയിൽ ചിന്തിച്ചൂടെ? നമുക്ക് വേണമെങ്കിൽ അതിനെ പേപ്പർ വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്തൂടെ? നമ്മുടെ ചുമരിൽ ആണി അടിക്കാനായിട്ട് ആ വുഡൻ ടെസ്റ്ററിനെ യൂസ് ചെയ്തൂടെ? അങ്ങനെ ഒരു കാര്യത്തിന് പല രീതിയിലുള്ള അസാധാരണമായിട്ടുള്ള യൂസസ് ഉണ്ടല്ലേ. ഇതാണ് അൺയൂഷ്വൽ യൂസസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ന്യൂ റിലേഷൻഷിപ്പ് ടെസ്റ്റ്. നമ്മൾ കുറച്ച് കാര്യങ്ങളെ അവർക്ക് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ കാര്യങ്ങളെ ബന്ധിപ്പിച്ച് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനായിട്ട് പറയാം. അതായത് പല രീതിയിലുള്ള റിലേഷൻഷിപ്പ് അവർ കണ്ടെത്താം. അത് ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിച്ചിട്ട് റെസ്പോൺസിന് ഫോം ചെയ്യാം. നെക്സ്റ്റ്, പ്രോഡക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ടെസ്റ്റ്. ഒരു പ്രോഡക്റ്റ് കൊടുത്തിട്ട് അതിനെ ഏതെല്ലാം രീതിയിൽ ഇംപ്രൂവ് ചെയ്യാം, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, എങ്ങനെ മെച്ചപ്പെട്ടതാക്കാം, ഇതെല്ലാമാണ് പ്രോഡക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ടെസ്റ്റിൽ വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് ഒരു കുതിരയുടെ ടോയ് കൊടുത്തിട്ട് പറയുകയാണ്, ഒരു വുഡൻ ടോയ് കൊടുത്തിട്ട് പറയുകയാണ്, 6 മിനിറ്റിനുള്ളിൽ ഇതിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താം, ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ ഈ ഒരു കുതിരയെ എങ്ങനെ മാറ്റാം. ആ കുട്ടി അതിലൊരു കൊമ്പ് വയ്ക്കുന്നു, ഒരു വീല് വയ്ക്കുന്നു, അങ്ങനെ പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുത്തുന്നു. ഇതെല്ലാം എന്താണ്? പ്രോഡക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ടെസ്റ്റാണ്. നെക്സ്റ്റ്, നോൺ വെർബൽ ടെസ്റ്റ്. ഇത് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത് ബേക്കർ മെഹദിയാണ്. ഇവിടെ വെർബലി അല്ല ടെസ്റ്റ് നടത്തുന്നത്, പെർഫോമൻസ് ടെസ്റ്റിലൂടെയോ അല്ലെങ്കിൽ പിക്ചർ കംപ്ലീഷനിലൂടെയൊക്കെയാണ് നടത്തുന്നത്. ഇതിൽ വരുന്നത് 3 സബ്സെറ്റുകളാണ്: പിക്ചർ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി, ഇൻകംപ്ലീറ്റ് ഫിഗേഴ്സ് ആക്ടിവിറ്റി, ട്രയാങ്കിൾസ് ആൻഡ് എലിപ്സിസ് ആക്ടിവിറ്റി. പിക്ചർ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലോക്സ് അല്ലെങ്കിൽ പാർട്സുകൾ കൊടുത്തിട്ട് അതിൽ നിന്ന് പിക്ചറിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയുകയാണ്. ഇവിടെ ഒറിജിനാലിറ്റിയുടെയും ഇലോബറേഷൻ്റെ ബേസിസിലാണ് സ്കോറിംഗ് നടത്തുന്നത്. അതുപോലെ ഓരോ പിക്ചേഴ്സിനും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള ടൈറ്റിൽസ് കൊടുക്കുന്നതും
ഈ ആക്ടിവിറ്റിയിലെ ഒരു ഭാഗമാണ്. ടൈറ്റിലിന് കൊടുക്കുന്ന സ്കോർ വെർബൽ ഇലോബറേഷൻ്റെയും ഒറിജിനാലിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നൽകുന്നത്. ആ സ്കോറിനെ വെർബൽ ക്രിയേറ്റിവിറ്റി സ്കോറിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. 10 മിനിറ്റ്സ് ആണ് ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ടൈം. നെക്സ്റ്റ്, ഇൻകംപ്ലീറ്റ് ഫിഗേഴ്സ് ആക്ടിവിറ്റി. ഇവിടെ സബ്ജക്റ്റിന് 10 ലൈൻ ഡ്രോയിങ്സ് കൊടുക്കുന്നുണ്ട്, അതായത് വരകൾ കൊടുക്കുന്നുണ്ട്. ആ വരകളെ യൂസ് ചെയ്തിട്ട് ഡിഫറെൻ്റ് ഓബ്ജക്റ്റുകളെ ഫോം ചെയ്യണം അല്ലെങ്കിൽ വരയ്ക്കണം. ഓരോ സബ്ജക്റ്റിനും 10 ഒബ്ജക്റ്റുകളെയും 15 മിനിറ്റുമാണ് അലോട്ട് ചെയ്യുന്നത്. ഇലോബറേഷൻ്റെയും ഒറിജിനാലിറ്റിയുടെയും ബേസിസിലാണ് സ്കോറിംഗ് നടക്കുന്നത്. ഓരോ ഡ്രോയിങ്ങിനും ടൈറ്റിൽസ് കൊടുക്കാം. ആ ടൈറ്റിൽസിനെ വെർബൽ ഇലോബറേഷൻ്റെയും ഒറിജിനാലിറ്റിയുടെയും ബേസിസിലാണ് സ്കോർ ചെയ്യപ്പെടുന്നത്. അതുപോലെ ആ സ്കോർസിനെ വെർബൽ ക്രിയേറ്റിവിറ്റി സ്കോറിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഇൻകംപ്ലീറ്റ് ഫിഗേഴ്സ് ആക്ടിവിറ്റിയിൽ ലൈൻസ് കൊടുത്തിട്ട് ആ ലൈൻസിൽ നിന്ന് മീനിങ് ഫുൾ പിക്ചേഴ്സിനെ ഫോം ചെയ്യണം, അതായത് അർത്ഥപൂർണ്ണതയുള്ള ചിത്രങ്ങളെ കണ്ടെത്തണം അല്ലെങ്കിൽ വരയ്ക്കണം. നെക്സ്റ്റ്, ട്രയാങ്കിൾസ് ആൻഡ് എലിപ്സസ് ആക്ടിവിറ്റി. സബ്ജക്റ്റിന് 7 ട്രയാങ്കിൾസിനെയും 7 എലിപ്സസിനെയും കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ഫുൾ പിക്ചേഴ്സിനെ കൺസ്ട്രക്ട് ചെയ്യണം. അതായത് അർത്ഥപൂർണ്ണതയുള്ള ചിത്രങ്ങളെ ഈ ട്രയാങ്കിൾസിൽ നിന്നും എലിപ്സിൽ നിന്നും നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കണം. നിങ്ങളുടെ ടൈം ലിമിറ്റ് എത്രയാണ്? 10 മിനിറ്റ് ആണ്. ഇതിൻ്റെ സ്കോറിംഗ് നടത്തുന്നത് ഇലോബറേഷൻ്റെയും ഒറിജിനാലിറ്റിയുടെയും അടിസ്ഥാനത്തിലാണ്. ടൈറ്റിൽസ് കൊടുക്കണം. ആ ടൈറ്റിൽസിൻ്റെ സ്കോർ എന്ന് പറയുന്നത് വെർബൽ ഇലോബറേഷൻ്റെയും ഒറിജിനാലിറ്റിയുടെയും അടിസ്ഥാനത്തിൽ കൊടുക്കുന്നതാണ്. ആ സ്കോറിനെ വെർബൽ ക്രിയേറ്റിവിറ്റി ടെസ്റ്റിൻ്റെ സ്കോറിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. സ്റ്റുഡൻസ്, നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ നോക്കി. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. ഈ ടെസ്റ്റിൽ വരുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഓറൽ ടെസ്റ്റ്, റിട്ടൺ ടെസ്റ്റ് ഓർ ഡ്രോൺ റെസ്പോൺസസ്. ഓരോ കാറ്റഗറിയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സ്കോറിംഗ് ചെയ്യാം. അതുപോലെ ടീച്ചേഴ്സ് കുട്ടികളുടെ ഗ്രൂപ്പിലോട്ടാണ് ടെസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 4 ക്രൈറ്റീരിയാസിൻ്റെ ബേസിസിലാണ് ടെസ്റ്റിനെ സ്കോറിംഗ് ചെയ്യുന്നത്, അതായത് ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഇലോബറേഷൻ ആൻഡ് ഒറിജിനാലിറ്റി. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റാണ്. ഈ ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്രിയേറ്റിവിറ്റി ടെസ്റ്റ് ടോറൻസ് ടെസ്റ്റാണ്. ടോറൻസ് ടെസ്റ്റിലെ ക്രൈറ്റീരിയൻ കമ്പോണൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്കോറിംഗ് ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഇലോബറേഷൻ ആൻഡ് ഒറിജിനാലിറ്റി. താങ്ക് യു.